കൊറിയ ജപ്പാൻ ടൂറിൻ്റെ 5ാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് നംസംഗോൾ ഹനോക്ക് വില്ലേജും HAKR ഗ്രൗണ്ടുമാണ്. വടക്ക് ദിശയ്ക്ക് അഭിമുഖമായിട്ടുള്ളതും പിൻഭാഗത്ത് കുന്നുകളും മുൻഭാഗത്ത് തടാകവുമുള്ള ഒരു ഭൂപ്രദേശത്തെയാണ് ഹനോക്ക് എന്ന് വിളിക്കുന്നത്. ആദ്യകാലത്ത് ഇത് രാജ്ഞിയുടെ കൊട്ടാരമായിരുന്നു. രാജ്യഭരണത്തിന് ശേഷം ഹനോക്ക് വില്ലേജ് മിലിറ്ററിക്കാരുടെ കൺട്രോളിലായിരുന്നു. 1998 ഇത് ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുക്കുന്നത്. രാജ്യഭരണകാലത്ത് കായികമേളയെല്ലാം നടത്തുന്ന പ്രദേശമായിരുന്നു ഈ മുൻഭാഗം. പിന്നീട് ഇത് മിലിറ്ററിക്കാരുടെ പരേഡ് ഗ്രൗണ്ടായിരുന്നു. കൊറിയൻ ഭാഷയിൽ ഈ എഴുതി വച്ചിരിക്കുന്നത് റോയൽ വെഡ്ഡിംഗ് ഹാളിലേക്കുള്ള വഴി എന്നാണ്. രാജ്ഞിയുടെ ഭവനവും പരിചാരകരുടെ ഭവനവും എല്ലാം ഇതിനുള്ളിൽ തന്നെയുണ്ട്. എല്ലാം മരത്തിൽ തീർത്തിട്ടുള്ളതാണ്. കൊറിയയിലുള്ള കെട്ടിടങ്ങളെല്ലാം എല്ലാ സ്ഥലത്തും ഏകദേശം ഒരുപോലെ തന്നെയുണ്ട്. ഇതാണ് രാജ്ഞിയുടെ ഭവനത്തിലേക്കുള്ള പ്രധാന കവാടം. മാർച്ച് മാസത്തിലെ പകുതിയോടെയും ഏപ്രിൽ മാസത്തിലുമാണ് ഇവിടെ ചെറി ബ്ലോസം ഉണ്ടാവുന്നത്. ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞുപോയി ഇലകൾ വരും. ചെറി ബ്ലോസം കാണുവാൻ അനവധി ടൂറിസ്റ്റുകൾ ഈ സമയത്ത് എത്താറുണ്ട്. കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടം കടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഒരു നാലുകെട്ടുപുരയിലേക്കാണ്. ഇതെല്ലാം പരിചാരകരുടെയും മറ്റും ഭവനങ്ങളാണ്. ഇതൊരു അടുക്കളയാണ്. ഇവിടെ നിന്നാണ് കൊട്ടാരത്തിലുള്ള എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത്. ഇതാണ് നാലുകെട്ടിലേക്കുള്ള പ്രധാന കവാടം. ഇതും കൊറിയൻ ശൈലിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ നടുമുറ്റത്തിന് ചുറ്റുമായി വിശ്രമമുറികളും ബെഡ്റൂമുകളും അങ്ങനെ പലതും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു റൂമിൽ ഒരു മഞ്ചൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. രാജ്ഞിമാർ ഉപയോഗിച്ചിരുന്ന കിടപ്പുമുറിയും പൂജാമുറിയും മറ്റും ഇതിൽ ഉൾപ്പെടുന്നു. പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറിയത്. സ്നോഫോൾ തുടങ്ങുന്ന മാതിരിയുണ്ട്. നല്ല തണുപ്പ്. പുറത്തേക്ക് വന്നപ്പോൾ ഇതാ സ്നോഫോൾ കാണാൻ തുടങ്ങി. ഇവിടെ നിന്ന് നോക്കിയാൽ സോളിൻ്റെ സ്കൈ ടവർ കാണാം. സ്നോഫോൾ നല്ല രീതിയിൽ തുടങ്ങി. ഞങ്ങളും അത് വളരെയധികം ആസ്വദിച്ചു. കൊട്ടാര മതിൽക്കെട്ടിനുള്ളിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്.
ഈ കാണുന്നത് സുബാങ്സ ക്ഷേത്രമാണ്. ഇതൊരു ബുദ്ധവിഹാരമാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അതിനുള്ളിൽ പ്രാർത്ഥന നടക്കുന്ന സമയമായിരുന്നു. സ്നോഫോൾ തുടങ്ങി വീണ്ടും. കൊട്ടാര മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. അപ്പോഴേക്കും നല്ല സ്നോഫോൾ തുടങ്ങി. ഓവർകോട്ടും ക്യാപ്പും ഉള്ളത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് സ്നോഫോൾ അത്ര തണുപ്പ് തോന്നിയില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു. നോക്കൂ, എൻ്റെയും എൻ്റെ സഹധർമ്മിണിയുടെയും മേലെ മഞ്ഞു പൊഴിയുന്നത് കണ്ടോ? ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്നവരെല്ലാം ഇത് വളരെയധികം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഹനോക്ക് വില്ലേജിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് HAKR ഗ്രൗണ്ട് കാണാനാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്രൊമോഷൻ സെൻ്ററാണ്. ഇവിടെ പ്രവേശനം സൗജന്യമാണ്. 4 നിലകളിലുള്ള ഈ കെട്ടിടത്തിൽ K-pop, K-ഡ്രാമ, K-ഫുഡ്, ബ്യൂട്ടി ഷോ, ഫാഷൻ ഷോ തുടങ്ങിയവ നടക്കുന്നു. BTSൻ്റെ ബാൻഡ് ട്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. താങ്ക് യു.